Hello students, so far we have been discussing about Fourier series expansion of functions having period 2 pi and the limits of integration from minus pi to pi also. We have seen only problems with the limits of integration from minus pi to pi with the period 2 pi. Now we are going to give the Fourier series expansion of functions having any period. Period 3 ആണെങ്കിൽ period 3 നമ്മൾ 2 into 3 by 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ having any period p, we write that p, period of the function p can be written as 2 into a number 2l. For example, if we are given the period 3 can be written as 2 into 3 by 2. അതുകൊണ്ട് ഏത് നമ്പറിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ p യെ നമ്മൾ 2 times, അതിന്റെ ഹാഫിന്റെ 2 times എന്ന് നമ്മൾ എഴുതുന്നു. ഏത് നമ്പറും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ട് ആർബിട്രറി പീരീഡ് ഉള്ള ഏത് ഫംഗ്ഷന്റെയും Fourier series expansion എഴുതാൻ p equal to 2l ഫോമിൽ കണ്ടിട്ട് നമുക്ക് ചെയ്യാം. Then the Fourier series expansion is given by, in this case, f of x equal to, മുമ്പ് പറഞ്ഞ പോലെ തന്നെ Fourier coefficients a0 plus sigma n equal to 1 to infinity a0 an ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. an into cos പീരീഡ് 2 പൈ ആയിരുന്നപ്പം cos nx ആയിരുന്നു. ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് cos n പൈ ഡിവൈഡഡ് ബൈ l, p ഈക്വൽ ടു 2l എന്ന് എഴുതിയിട്ടില്ലേ, അല്ലെ പിയുടെ പകുതി, അതാണ് l കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മുമ്പിൽ ശരിയായിരുന്നു, നമ്മൾ cos nx എന്ന് എഴുതിയിരുന്നത്. പീരീഡ് 2 പൈ ആണെങ്കിൽ p ഈക്വൽ ടു 2 പൈ ആകുമ്പോൾ പഴയ കേസിൽ l എന്ന് പറയുന്നത് ഇതാണ്, l ഈക്വൽ ടു പൈ. അപ്പോൾ n പൈ ഡിവൈഡഡ് ബൈ പൈ cos nx എന്ന് നമുക്ക് അവിടെ കിട്ടിയിരുന്നത് ശരിയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചും നമുക്ക് ആർബിട്രറി പീരീഡ് ആകുമ്പോൾ ഏതിൻ്റെയും പറ്റും. അപ്പോൾ പഴയതും ഇതിൻ്റെ അകത്ത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ bn cos n പൈ ഡിവൈഡഡ് ബൈ l ഇൻറ്റു x. In particular, when l equal to pi or p equal to 2 pi, we get the Fourier series expansion of functions with the period 2 pi a0 plus sigma an cos n pi cancel ചെയ്തിട്ട് cos nx plus bn sin nx, an cos nx plus bn here bn sin nx, bn sin n pi divided by l into x here, sin n pi divided by l into x. This is a Fourier series expansion. ഇത് ആംഗിൾ ആണ് എന്ന് ഓർക്കുക. n pi divided by l into x, അതാണ് അവിടുത്തെ ആംഗിൾ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുറമെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കാം. This is a Fourier series expansion of a function having arbitrary period. And the Fourier coefficients a0, an, bn can be given by the formulas a0 equal to, പഴയത് നിങ്ങൾ ഓർക്കുക, പഴയ a0 എന്നായിരുന്നു 1/2 pi into pi equal to l. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/2l into ഇന്റഗ്രൽ മൈനസ് l to l. ലിമിറ്റ് അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന റേഞ്ചിൽ മുഴുവനും നമുക്ക് ഉപയോഗിക്കാം. മൈനസ് l to l f of x dx, f of x dx. ആൻഡ് an equal to, അവിടെ 1/pi പഴയതിൽ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ ഇവിടെ 1/l ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് l to l, f of x ഇൻറ്റു f of x ഇൻറ്റു, പിന്നെയുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം, cos nx പകരം cos n pi ഡിവൈഡഡ് ബൈ l ഇൻറ്റു x എന്നായിരിക്കും ഇവിടുത്തെ ഫോർമുല. ആൻഡ് bn ഈക്വൽ ടു സിമിലർലി 1/pi പോലെ 1/l ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് l to l f of x ഇൻറ്റു sin n pi divided by l, nx പകരം into x. These are the formulas for Fourier coefficients. ഇതാണ് നമ്മളുടെ Fourier coefficients by Euler's formula. Euler's formula എന്നാണ് ഈ ഫോർമുലയ്ക്ക് പറയാം. അങ്ങനെ Fourier coefficients evaluate ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇതാണ് ആർബിട്രറി ഫംഗ്ഷന്റെ പീരീഡ്, എനി പീരീഡ്. ആ പീരീഡിനെ നമുക്ക് 2l ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെ പിയുടെ പകുതിയാണ് l. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഇക്വേഷൻസിൽ ആംഗിൾസ്, പിന്നെ ഇവിടെ വരുന്ന കോൺസ്റ്റൻസ് ഒക്കെ, ഈ കാണുന്ന കോൺസ്റ്റൻസ് ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്, അത് ഓർക്കാം. ഇനി മൈനസ് l to l വേണമെന്നില്ല. പീരീഡ് 2 pi 0 to
2π ആണ്, നമ്മൾ -π to π ആണ് നേരത്തെ കണ്ടേക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ -π to π. അത് 0 to 2π തന്നാൽ എന്താ വ്യത്യാസം നിങ്ങൾക്കറിയാം. പീരീഡ് 2π, ഇവിടെയൊക്കെ 1/2π 1/π 1/π എന്നൊക്കെ ആയിരിക്കും. ആംഗിളിൽ അതുപോലെ തന്നെ പഴയതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇന്റഗ്രേഷനിൽ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ -π to π അല്ല തന്നിരിക്കുന്നെങ്കിൽ 0 to 2π ആണ് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നെങ്കിൽ -L to L അല്ലെ -π to π എന്നൊന്നും എഴുതണ്ട, നമ്മൾ 0 to 2π ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ സെയിം ആയിരിക്കും. ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സിൽ തന്നിരിക്കുന്ന റേഞ്ച് ഉപയോഗിക്കുക. അത് ഇവിടെയും ആർബിട്രറി ഫംഗ്ഷനും വാലിഡ് ആണ്. നമ്മൾ അത്തരം പ്രോബ്ലംസ് ചെയ്തിട്ടില്ല, നമുക്ക് അത്തരം പ്രോബ്ലവും പിന്നീട് ചെയ്യാം. ഇപ്പോൾ കാണുന്ന പ്രോബ്ലംസ് ഒക്കെ -L to L ഫോമിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Here we are given the periodic function f of x equal to 0 from -2 to 0, 1 from 0 to 2. പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതാ തന്നിരിക്കുന്നെങ്കിൽ പീരീഡ് -2 തുടങ്ങി 2 വരെയാണ് ഫംഗ്ഷന്റെ ഫോം തന്നിരിക്കുന്നത്. അപ്പോൾ പീരീഡ് 4 ആയിട്ടുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ. ഫൈൻഡ് ദ Fourier series expansion of the periodic function fx equal to 0 from -2 to 0, 1 from 0 to 2 with period 4. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഹിയർ we have p equal to 4. എക്സ്പ്രഷനിൽ തന്നെ ഇത് പീരീഡ് 4 എന്നൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്പ്രഷൻ ഇത്രയേ തന്നിട്ടുള്ളെങ്കിൽ മനസ്സിലാക്കാം. p equal to 4, p equal to 2l ഫോമിൽ എടുത്താൽ 4 ആണ് 2l എന്ന് പറഞ്ഞാൽ നമുക്ക് l equal to 2 എന്ന് കിട്ടും. l equal to 2 എന്ന് കിട്ടും. So first we calculate a0 equal to 1/2l 1/2 into 2 1/2l into അങ്ങനെ തന്നെ ഇക്വേഷൻ എഴുതിയേക്കാം അല്ലെ. ഇന്റഗ്രൽ -L to L f of x dx എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് എഴുതാൻ ഒരിക്കലും മടിക്കരുത്. അത് നിങ്ങൾക്ക് എക്സാമിനേഷൻ പർപ്പസിൽ സ്റ്റേജ് മാർക്കിന് സഹായകമാണ്. 2 into L equal to 2 into 2 ഇന്റഗ്രൽ ഇവിടെ -L to L ഫോമിലാണ് കിടക്കുന്നത്. ലിമിറ്റ്സ് അങ്ങനെയാണ്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് -2 to 2 ആണ്. -2 to 2 f of x dx. പക്ഷെ -2 to 2 ഫംഗ്ഷൻ നമുക്ക് ഒരുമിച്ച് എഴുതത്തില്ല എന്നറിയാം. സോ ദിസ് ഇസ് 1/4 into ഇന്റഗ്രൽ -2 to 0 ഫംഗ്ഷന്റെ ഫോം 0 എന്നാണ് 0 dx പ്ലസ് ഇന്റഗ്രൽ 0 to 2 ഫംഗ്ഷന്റെ വാല്യൂ 1 എന്നാണ്. അപ്പോൾ 1 into dx. സോ we integrate 1/4 and the first integral is 0. Second is dx ന്റെ ഇന്റഗ്രൽ x ലിമിറ്റ്സ് ഫ്രം 0 to 2. 0 to 2 ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ അത് 2 - 0 2 ആണ്. 2/4 that is 1/2. a0 ന്റെ വാല്യൂ 1/2 എന്ന് കിട്ടും. Then we can calculate an. അടുത്തത് നമുക്ക് വേണ്ടത് an ആണ്. an ന്റെ ഇക്വേഷൻ ഓർത്തെഴുതുക. 1/L into ഇന്റഗ്രൽ -L to L ഫോമിൽ തന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. f of x into ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് cos nπ divided by L into x. ഇതാണ് ഇക്വേഷൻ. ആംഗിൾ nπ divided by L into x ആണ്. ഹിയർ 1/L equal to 2 ഇന്റഗ്രൽ -2 to 2 f of x into cos, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. nπ divided by L equal to 2 nπ divided by 2 into x dx. This is the formula. And -2 to 2 the function has two forms. 1/2 is common. Integral -2 to 0 f of x is എളുപ്പമായല്ലോ 0. അപ്പോൾ പിന്നെ മറ്റേതിന്റെ റെലവൻസ് ഇല്ല. അപ്പോൾ നമുക്ക് 0 മാത്രം എഴുതിയാൽ മതി. പ്ലസ് ഇന്റഗ്രൽ 0 to 2 f of x ന്റെ വാല്യൂ 1 into cos nπ divided by 2 x dx. Then we integrate first value of the integral itself 0. അവിടെ ഇന്റഗ്രലിന്റെ വാല്യൂ തന്നെ 0 ആണ്. Then we have to integrate cos nπ divided by 2x. cos ന്റെ ഇന്റഗ്രൽ ആകുമ്പോൾ സൈൻ. ആദ്യം നമുക്ക് കാണുന്ന ആംഗിൾ അതേപോലെ എഴുതാം. sin nπ divided by 2 into x cos ന്റെ ഇന്റഗ്രൽ. പക്ഷെ അവിടെ വേരിയബിൾ അല്ല, x വേരിയബിൾ nπ by 2 കോൺസ്റ്റന്റ്, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. nπ divided by nπ by 2. അതാണ്
ഇന്റഗ്രൽ ആൻഡ് ദ ലിമിറ്റ്സ്. ആദ്യത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്, ഇവിടുത്തെ ലിമിറ്റ്സ് 0 to 2 ആണ്. ദാറ്റ് ഈസ് ഹാഫ് കോൺസ്റ്റന്റ് ഉണ്ട്, ഇത് 0 ആയതുകൊണ്ട് ഞാൻ എഴുതണ്ടല്ലോ. n/2 ഡിനോമിനേറ്ററിലാണ്, എക്സിനാണ് വേരിയേഷൻ കൊടുക്കുന്നത്. n/2നെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം, 2/n/ എന്ന് എഴുതാം. ഇനി സൈൻ n/2 എക്സിൽ x ഈക്വൽ ടു 2 കൊടുത്താൽ ഇവിടെ 2 കൊടുക്കുന്നത്, ഇത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ n/, എന്ന് കിട്ടും. സൈൻ ഓഫ് n/, മൈനസ് x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ അത് സൈൻ 0 ആവുകയും ചെയ്യും. ദെൻ സൈൻ 0 0, സൈൻ n/, ഈസ് ഓൾസോ 0, n ഇൻഡിജർ. n ഈക്വൽ ടു 1 2 3 എന്ന് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്താവും? 0 ആവും, ഈക്വൽ ടു 0. Similarly, we find bn equal to 1/L into equation. ഇപ്പോൾ any arbitrary period ആണല്ലോ, -L to L f of x into sin n/, divided by L into x. This is the equation into dx. And here it is 1/L equal to 2, integral -2 to 2 f of x into sin, ആംഗിൾ മുമ്പിലത്തെ തന്നെയാണ്, n/, divided by 2x dx. Then we are going to split the integral according to the nature of the function. 1/2 into integral -2 to 0 കൊടുക്കുമ്പോൾ fx ഇവിടെയും 0 ആണ്, അപ്പോൾ 0 dx എന്ന് എഴുതിയാൽ മതി. മറ്റേ പാർട്ട് എഴുതുന്നതിന് പ്രാധാന്യമൊന്നുമില്ല. ഇന്റഗ്രൽ 0 to 2 fx 1, പിന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കൂടെയുള്ളത് സൈൻ n/2x എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ഇൻറ്റു dx. അപ്പോൾ ഈ ഇന്റഗ്രൽസിന്റെ വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് വെക്കുക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ആദ്യത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 എന്നാണ്. രണ്ടാമത്തെ സൈൻ n/2 എക്സിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. സൈനിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് എന്ന് നിങ്ങൾക്കറിയാം, മൈനസ് കോസ് n/2 എക്സ്. അതിനെ നമ്മൾ അവിടുത്തെ കോൺസ്റ്റന്റ് n/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഇന്റഗ്രേഷന്റെ പ്രോസസ്സ്. ഇനി നമുക്ക് അവിടെ ലിമിറ്റ്സ് കൊടുക്കണം. അത് 0 to 2 ഇന്റഗ്രേഷൻ നടത്തിയപ്പോൾ കിട്ടിയതാണ്, ലിമിറ്റ്സ് ഫ്രം 0 to 2. അപ്പോൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. 1/2 ഇൻറ്റു ആദ്യത്തത് 0 ആണ്, ഇവിടെയും 1/2 ഇൻറ്റു പിന്നെ എന്നാ n/2 കോൺസ്റ്റന്റ് ആണ്, അത് അടിയിൽ കിടക്കുന്ന പൊക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 2/n/ എന്ന് നമുക്ക് എഴുതാം. പിന്നെ ഒരു മൈനസ് സൈൻ ഉണ്ട്. പിന്നെ വേണ്ടത് കോസ് n/2 എക്സിൽ ലിമിറ്റ്സ് കൊടുക്കുക നമ്മൾ. മൈനസ് സൈനും കൊണ്ടുവന്നേ, കോൺസ്റ്റന്റും കൊണ്ടുവന്നു. കോസ് n/2 എക്സിൽ മാത്രമേ നമ്മൾ, ബാക്കി എല്ലാം പുറത്തുണ്ട്, ലിമിറ്റ്സ് കൊടുക്കുന്നുള്ളൂ. 2 കൊടുക്കുമ്പം x ഈക്വൽ ടു 2 കൊടുക്കുന്നത്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് കോസ് n/, എന്ന് നമുക്ക് കിട്ടും. മൈനസ് x ഈക്വൽ ടു 0 കൊടുക്കുമ്പം കോസ് 0 എന്നും കിട്ടും. ഇനി നമുക്ക് കോസ് 0 1 ആണെന്നറിയാം. കോസ് n/, എക്സ്പ്രസ് ചെയ്യാൻ ഞാനൊരു മാർഗം പറഞ്ഞു തന്നിരുന്നു, -1/n. ഓഡ് ആകുമ്പം -1ഉം ഈവൻ ആകുമ്പം അത് +1ഉം തന്നോളൂ. അപ്പോൾ അതാണ് മാർഗം. ഇനി ഈ മൈനസ് സൈനെ നമുക്ക് വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനെ തിരിച്ചെഴുതാം. 1/2 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 1/n/, ഇൻറ്റു മൈനസ് സൈൻ അകത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ടേം ഞാൻ ആദ്യം എഴുതും, 1 - -1 ഹോൾ റൈസ് ടു n എന്ന് നമുക്കതിനെ ഭംഗിയായിട്ട് സൈനിന്റെ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി എഴുതാം. അപ്പോൾ ഇതാണ് bnന്റെ എക്സ്പ്രഷൻ. ഇനി വേണമെങ്കിൽ ഈ വാല്യൂ നമുക്ക് വേറൊരു തരത്തിലും പറയാം. ദിസ് ഈസ് ഈക്വൽ ടു -1/n, -1ഉം ആകാം +1ഉം ആകാം. അത് +1 ആകുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് 0 ആവും. +1 ആകുന്ന എപ്പോഴും n ഈവൻ ആകുമ്പോൾ, അപ്പോൾ അകത്ത് 0 ആവും. ഈക്വൽ ടു 1/n/ ഇൻറ്റു 0 വെൻ n ഈവൻ. n ഈവൻ ആകുമ്പോൾ ഈ വാല്യൂ 0 ആവും. ആൻഡ് ഈക്വൽ ടു -1 റേസ് ടു ഓഡ് പവർ വരുമ്പം അത് വാല്യൂ -1, ഒരു സബ്ട്രാക്ഷൻ ആണ്, മൈനസ് പ്ലസ്. അപ്പോൾ അവിടെ ഒരു 2 വരും. 2/n/ എന്ന് വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും, n ഓഡ് ആകുമ്പോൾ. അപ്പോൾ bnനെ ഇങ്ങനെയോ അതോ ഇങ്ങനെയോ നമുക്ക് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് b1 b2 b3 a0 1/2 ആണ്, ഒരു കോൺസ്റ്റന്റേ ഉള്ളൂ. anകളെല്ലാം 0 ആണ്. അപ്പോൾ b1 b2 b3 ഒക്കെ എഴുതി നമുക്ക് എക്സ്പാൻഷൻ കൊടുക്കാം. അല്ലെങ്കിൽ
നമുക്ക് സമ്മേഷൻ നൊട്ടേഷൻ